നമസ്കാരം. സംസ്ഥാനത്താകമാനം വലിയ തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന പൊതുവിലയിരുത്തലാണ് കേരളത്തിലെ ലക്ഷക്കണക്കിനായ വോട്ടർമാർ. അതുമാത്രമല്ല, സംസ്ഥാന സർക്കാരിനെതിരായ വികാരം മുതലാക്കാൻ കോൺഗ്രസ് അരയും തലയും മുറുക്കി രംഗത്തുണ്ട്. ഒരു ഭാഗത്ത് കേന്ദ്ര സർക്കാരിനെതിരായ സമരം, മറുഭാഗത്ത് സംസ്ഥാന സർക്കാരിനെതിരായ സമരം. പോഷക സംഘടനകളായ യൂത്ത് കോൺഗ്രസും KSUവും സമരവുമായി തെരുവിലാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നേടിയ ഉജ്ജ്വല വിജയം കോൺഗ്രസിന് ആവേശം കൂടുതൽ പകരുകയാണ്. വയനാട്ടിൽ നടന്ന ലക്ഷ്യ ക്യാമ്പിൽ മികച്ച മുന്നൊരുക്കങ്ങളുമായി നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരിട്ട 100 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ഉറച്ച പ്രതീക്ഷ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത് പോലെ ടീം UDF ഒറ്റക്കെട്ടാണ്. CPMന്റെ കടന്നൽ രാജ് എന്ന് സൈബർ അണികൾ വിശേഷിപ്പിച്ച PV അൻവർ ഇന്ന് UDF ക്യാമ്പിലാണ്. അതായത് UDFന്റെ അസോസിയേറ്റ് മെമ്പറാണ് അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ്. അതുമാത്രമല്ല, വരും ദിവസങ്ങളിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം അടക്കം UDFിലേക്ക് എത്തുമെന്ന് തന്നെയാണ് അണിയറയിൽ നിന്ന് കേൾക്കുന്ന വിവരം. സോണിയാഗാന്ധി നേരിട്ട കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണിയെ വിളിച്ചിട്ടുണ്ടെന്നും കേരള കോൺഗ്രസ് ഉടൻ തന്നെ തീരുമാനമെടുക്കും. 16-ാം തീയതി കേരള കോൺഗ്രസിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുന്നുണ്ടെന്നും ലഭ്യമായിട്ടുണ്ട് വിവരം. എന്തായാലും കോൺഗ്രസും UDFും ശുഭപ്രതീക്ഷയിലാണ്. 10 വർഷത്തിന് ശേഷം അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന ഉറച്ച പ്രതീക്ഷ. എന്തായാലും ആ പ്രതീക്ഷ അസ്ഥാനത്താകില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് അണികളും കണക്കുകൂട്ടുന്നത്. രാവ് പകലാക്കി ചോര നീരാക്കി വെയിലത്ത് എന്നോ മഴയെന്നോ വ്യത്യാസമില്ലാതെ കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങിയാൽ, വോട്ട് ചോദിക്കാൻ ഇറങ്ങിയാൽ ഒരു സംശയവും വേണ്ട, കോൺഗ്രസിനും UDFിനും അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകൾ, മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള 140 നിയോജക മണ്ഡലങ്ങൾ. ആ 140 നിയോജക മണ്ഡലങ്ങളിൽ 100 നിയോജക മണ്ഡലങ്ങളിൽ വെന്നിക്കൊടി പാറിച്ച കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ 10 വർഷത്തിന് ശേഷം അനന്തപുരിയുടെ മണ്ണിൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി അധികാരത്തിലേറാൻ പോവുകയാണ്. എന്തൊക്കെയാണ് കോൺഗ്രസിന്റെ പ്ലാനിംഗ്? എന്തൊക്കെയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ? UDF എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്? എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പിലെ പ്രചരണ തന്ത്രം? എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പിലെ പ്രചരണ വിഷയങ്ങൾ? വിശദമായി പരിശോധിക്കാം. സൗപർണിക PS ആണ് കൂടിയുള്ളത്. എന്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDFും കോൺഗ്രസും മുന്നോട്ട് വെക്കുന്ന പ്രചരണായുധങ്ങൾ? എന്തൊക്കെയാണ് പ്രചരണ വിഷയങ്ങൾ? എന്തൊക്കെയാണ് കോൺഗ്രസ് ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ? ഏത് രൂപത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്? നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്, ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു UDFിനെയും കോൺഗ്രസിനെയുമാണ് കേരളം കണ്ടതെന്ന് പറയേണ്ടി വരും. കാര്യം നമുക്കറിയാം, എപ്പോഴും കോൺഗ്രസിന്റെ പേരിൽ മാധ്യമങ്ങളും പൊതുജനവും ഒക്കെ പറയുന്ന ഒരു പരാതി എന്ന് പറയുന്നത് പാർട്ടിക്കുള്ളിലെ തർക്കം, പടലപ്പിണക്കം. എന്താണ്, സ്വന്തം സ്ഥാനാർത്ഥികളെ കാലുവാരി തോൽപ്പിക്കാൻ കോൺഗ്രസിനെ കഴിഞ്ഞിട്ടേ മറ്റാരുമുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് മറ്റൊരു കോൺഗ്രസിനെയാണ് കാണിച്ചത്, അല്ലെങ്കിൽ മറ്റൊരു UDF ആയിരുന്നു. ഇതുവരെ ഇല്ലാത്ത ഐക്യം. സ്ഥാനാർത്ഥികളൊക്കെ ഏറ്റവും ആദ്യം പ്രഖ്യാപിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ തീയതിയൊക്കെ പ്രഖ്യാപിക്കുന്നതിനും ഒരുപാട് മുന്നേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. എന്താണ്, യുവാക്കൾക്കും സ്ത്രീകൾക്കും മുൻഗണന നൽകുന്നു. അതേ രീതിയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ടീം UDF എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതേ രീതി. കാര്യം എന്താണ് പറഞ്ഞിട്ടുണ്ട്, യുവാക്കൾക്ക് പരിഗണന കൂടുതൽ നൽകും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളെ പരിഗണിക്കുന്നു. ഈ പറയുന്ന പോലെ സ്ഥാനാർത്ഥികളെ വളരെ വേഗം പ്രഖ്യാപിക്കുന്നു. ഒരു തരത്തിലുള്ള പടല പിണക്കങ്ങളും ഇല്ലാതെ എല്ലാവരെയും അംഗീകരിച്ച് എല്ലാവരെയും മാനിച്ച് യുവാക്കൾ എന്താണ് ഈ പറയുന്ന പോലെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കാൻ കഴിയുന്നവർ, അങ്ങനെ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പുതിയ പ്ലാനാണ് ടീം UDF മുന്നോട്ട് വെക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതുവരെയും ഇല്ലാത്ത പോലെ ഒരു #, അല്ലെങ്കിൽ ഒരു എന്താണ് ടൈറ്റിലൊക്കെ കൊടുത്ത്, കടക്കുപുറത്ത് എന്ന് പറയുന്ന പോലെയുള്ള ടൈറ്റിലുകൾ യൂസ് ചെയ്തിട്ടുള്ള പ്രചരണങ്ങൾ, സമരങ്ങൾ, സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള സമരങ്ങൾ, ശബരിമല വിഷയത്തിൽ സമരങ്ങൾ കടുപ്പിക്കാൻ, ഈ പറയുന്ന പോലെ വോട്ടർ പട്ടിക SITയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വോട്ടർമാരെ അറിയിക്കാൻ വേണ്ടി ഓരോരുത്തരുടെയും വീട്ടുകൾ അല്ലെങ്കിൽ ഓരോ വീടുകളിലും എത്തി അവരുമായി സംസാരിക്കുന്ന, ഇത്തരത്തിലുള്ള ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുന്ന പദ്ധതികളും പരിപാടികളുമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ ടീം UDF മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു പരിപാടിയിൽ സംസാരിച്ചപ്പോൾ ഷാഫി പറമ്പിൽ ആന്റണിയോട് പറഞ്ഞു, പണ്ട് നിങ്ങൾ ചോദിച്ച അല്ലെങ്കിൽ ആന്റണിയൊക്കെ ചോദിച്ച പോലെയുള്ള സീറ്റുകളെ ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് ചോദിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ വളരെ ചിരിച്ചുകൊണ്ട് ആന്റണി പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഞങ്ങൾ ചോദിച്ചിരുന്നത് C ക്ലാസ് മണ്ഡലങ്ങൾ, അല്ലെങ്കിൽ ജയിക്കില്ല തോൽക്കുമെന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങളാണ് ഞങ്ങൾ ചോദിച്ചത്. പുതുപ്പള്ളി അടക്കം തോൽക്കും, അല്ലെങ്കിൽ ഒരിക്കലും കോൺഗ്രസ് ജയിക്കില്ല എന്ന് കരുതിയ മണ്ഡലമാണ് ഉമ്മൻചാണ്ടിയിലൂടെ ഞങ്ങൾ പിടിച്ചെടുത്തത്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം, അല്ലെങ്കിൽ ആ ഒരു സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, യുവാക്കൾക്ക് കൊടുക്കുന്നത് 100% ജയിക്കും എന്ന് ഉറപ്പുള്ള കോട്ടകളായിരിക്കില്ല, പൊളിക്കേണ്ട കോട്ടകളാണ്. നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് സമയം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ഫലം പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിൽ എവിടെയും CPMനോ CPIക്കോ അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക്
എന്താണ് വ്യക്തമായ ഭൂരിപക്ഷമുള്ള കോട്ടകളൊന്നുമില്ല. അങ്ങനെ കോട്ടക്കൊത്തളങ്ങളെല്ലാം പൊളിച്ചെടുക്കാൻ തന്നെയാണ് ടീം യു ഡി എഫ് റെഡി ആയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് ഈ പറയുന്ന പോലെ ഇടതുമുന്നണിക്ക് കോട്ടകൾ ഉണ്ടാകില്ല. അല്ലെങ്കിൽ എക്കാലവും അവരുടെ പൊന്നാപുരം കോട്ട അല്ലെങ്കിൽ അവരുടെ കുത്തക എന്ന് ഇടതുമുന്നണി പ്രഖ്യാപിച്ചിരുന്ന എല്ലാ കുത്തകളും കോട്ടകളും പൊളിക്കും എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ ടീം യു ഡി എഫിന്റെ ലക്ഷ്യം അതാണ്. അതിപ്പോ യുവാക്കളെയോ വനിതകളെയോ എങ്ങനെയാണെങ്കിലും മറ്റുള്ളവരെ രംഗത്തിറക്കിക്കൊണ്ട് ഇനി എന്താണ് ഈ പറയുന്ന പോലെ ഇടതുമുന്നണിക്ക് തങ്ങളുടെ കോട്ട എന്ന് പറയാൻ ഒരു സ്ഥലവും ഉണ്ടാകില്ല. അല്ലെങ്കിൽ കോട്ട എന്ന് പറഞ്ഞ് അവർ വിശേഷിപ്പിക്കുന്ന എല്ലായിടവും കോൺഗ്രസ് തിരികെ പിടിക്കും. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോയ കുറെ മണ്ഡലങ്ങളുണ്ടല്ലോ സാധാരണയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന, അവിടെയും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നുള്ള തലത്തിലാണ് നിലവിൽ MLA-മാരുള്ള സ്ഥലങ്ങൾക്ക് കൊടുക്കുന്ന ശ്രദ്ധയേക്കാൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ പറയുന്ന പണ്ട് UDF-ന്റെ കോട്ടയായിരുന്ന സ്ഥലങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കൈവിട്ട സ്ഥലങ്ങളൊക്കെ ഒപ്പം നിർത്തുക, പിന്നെ ന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷങ്ങളെയും ഒപ്പം നിർത്തി മുന്നോട്ട് പോവുക. അതാണ് ടീം UDF-ന്റെ ലക്ഷ്യം. തീർച്ചയായും പാർട്ടിക്ക് അപമാനം ഉണ്ടാക്കിയ, പാർട്ടിയെ ചതിച്ച പാലക്കാട്ടെ MLA, പാർട്ടി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാക്കി പാർട്ടി MLA ആക്കിയ ആ പാലക്കാട്ടെ MLA കോൺഗ്രസിന് ബാധിച്ച ക്യാൻസർ ആയിരുന്നു. ആ പാലക്കാട്ടെ MLA ആ ക്യാൻസറിനെ നിഷ്കരുണം കോൺഗ്രസ് റേഡിയേഷൻ നടത്തി കരിച്ചു കളഞ്ഞു. ആ ക്യാൻസർ ഒഴികെയുള്ള ബാക്കി സിറ്റിംഗ് MLA-മാർക്കെല്ലാം സീറ്റ് കൊടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും കെ ബാബു മാത്രമാണ്, അദ്ദേഹം മത്സരിക്കാനില്ല. അല്ല, ചാണ്ടി ഉമ്മനും പറഞ്ഞിട്ടുണ്ടല്ലോ പാർട്ടി പറഞ്ഞാൽ താനും മാറി നിൽക്കാൻ. പക്ഷേ സ്വാഭാവികമായും ചാണ്ടി ഉമ്മൻ സീറ്റ് കൊടുക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. കാരണം അദ്ദേഹം ഒരു ടേം പൂർത്തീകരിച്ചിട്ടില്ല. കാരണം ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷമാണ് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നു. ചാണ്ടി ഉമ്മൻ എന്തായാലും പുതുപ്പള്ളി സീറ്റ് ലഭിക്കും. പിന്നെ ഉമാ തോമസും കഴിഞ്ഞ ദിവസം ഉപതെരഞ്ഞെടുപ്പിലൂടെ വന്ന ആളാണല്ലോ. അപ്പൊ ഉമാ തോമസും പറയുന്നുണ്ടായിരുന്നു, എനിക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ ഇല്ലേ എന്നുള്ളത് പിന്നെയുള്ള കാര്യമാണ്, പാർട്ടി എന്ത് തീരുമാനിക്കും. സ്വാഭാവികമായും ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഞാൻ മത്സരിക്കാൻ തയ്യാറല്ല, യുവാക്കൾക്ക് സീറ്റ് ലഭിക്കട്ടെ എന്ന് പറഞ്ഞത് കെ ബാബു മാത്രമാണ്. പക്ഷെ അദ്ദേഹത്തിനോട് ഇപ്പോഴും പാർട്ടി മത്സരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ബാക്കി എല്ലാവർക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പാലക്കാട്ടെ പാർട്ടി കരിച്ചു കളഞ്ഞ ക്യാൻസർ ഒഴികെയുള്ള എല്ലാവർക്കും പാർട്ടി ഇത്തവണ സീറ്റ് കൊടുക്കുമെന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും പാർട്ടി സീറ്റ് കൊടുത്താലും ഇല്ലെങ്കിലും കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടിയാണ് മത്സരരംഗത്തിറങ്ങുന്നത്. കേന്ദ്ര സർക്കാരിനെതിരായ മുദ്രാവാക്യം കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാണിക്കും. രാജ്യത്തെ ജനങ്ങളെ മതപരമായി ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന, രാജ്യത്തെ പാവപ്പെട്ട ആളുകളുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന, രാഷ്ട്രപിതാവിനെ പോലും അപമാനിക്കുന്ന തരത്തിൽ രാഷ്ട്രപിതാവിന്റെ പേരിലുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽ പ്രധാന പദ്ധതിയായിരുന്ന ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ അപമാനിച്ച സംഘപരിവാറിനെതിരായ വിധിയെഴുത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. അത് കോൺഗ്രസ് ഉയർത്തിക്കാണിക്കും. കേരളത്തെ അടക്കമുള്ള സംസ്ഥാനങ്ങളെ, സംഘപരിവാർ മുഖ്യമന്ത്രിമാരല്ലാത്ത സംസ്ഥാനങ്ങളെ ഫണ്ട് നൽകാതെ ഞെക്കിക്കൊല്ലുന്ന കേന്ദ്ര സർക്കാർ നടപടിയെ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ചോദ്യം ചെയ്യും. കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവാദ വിഷയങ്ങളും, ഏറ്റവും അവസാനം എത്തി നിൽക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കമുള്ള എല്ലാ വിഷയങ്ങളും കേരളത്തിൽ കോൺഗ്രസ് ചർച്ചാ വിഷയമാക്കുകയും ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ കോൺഗ്രസ് മത്സരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കും. കോൺഗ്രസിന്റെ ലക്ഷ്യം 100 സീറ്റ് ഐക്യ ജനാധിപത്യ മുന്നണി നേടുമ്പോൾ 71 സീറ്റ് കോൺഗ്രസിന് തനിച്ച് നേടണമെന്നാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം 2001 തോന്നുന്നു കോൺഗ്രസ് അത്തരത്തിൽ ഒരു മികച്ച വിജയം കേരളത്തിൽ നേടിയത്. സമാനമായ തരത്തിൽ മികച്ച വിജയം കേരളത്തിൽ നേടുക, കോൺഗ്രസിന് തനിച്ച് ഭൂരിപക്ഷം ലഭിക്കുന്ന തരത്തിൽ, ഘടകകക്ഷികളുടെ വിലപേശലിന് അധികം നിന്നുകൊടുക്കാൻ കഴിയാത്ത തരത്തിൽ, ഘടകകക്ഷികളുടെ വിലപേശൽ ഇനി അധികം ശ്രമിക്കാത്ത തരത്തിലുള്ള വിജയം നേടാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. കാരണം കോൺഗ്രസിനെയാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. UDF എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി, ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി. ആ കോൺഗ്രസിനെയാണ് ജനങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നതും ആ കോൺഗ്രസിനെയാണ് വിശ്വാസം അർപ്പിക്കുന്നതും. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. നെഞ്ചത്ത് കുരിശ് വരയ്ക്കുന്നവരും നെറ്റിയിൽ നിസ്കാരത്തഴമ്പുള്ളവരും നെറ്റിയിൽ ചന്ദനപ്പൊട്ടണിയുന്നവനും എല്ലാം ഒരേപോലെ അണിനിരക്കുന്ന രാജ്യത്തെ ഏക രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് മാത്രമാണ്. ആ കോൺഗ്രസിനെയാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിന് തനിച്ചു ഭൂരിപക്ഷം ലഭിക്കുന്ന തരത്തിലുള്ള പ്രകടനം നടത്തണം. ഒറ്റക്കെട്ടായി UDF-നെ മുന്നോട്ട് കൊണ്ടുപോകണം. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ വില കുറച്ച് കാണുകയല്ല കോൺഗ്രസ്. പക്ഷേ കോൺഗ്രസിന് തനിച്ചു ഭൂരിപക്ഷം ലഭിക്കുകയും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഐക്യത്തോടുകൂടി ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, കേരളത്തിൽ ഏറ്റവും മികച്ച ഭരണം ഇത്തവണ ഉണ്ടാകും. നേരത്തെ 2011 മുതൽ 2016 വരെയുള്ള ഉമ്മൻചാണ്ടിയുടെ ഭരണം ഈ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഭരണമായാണ് വിലയിരുത്തുന്നത്. അതിനേക്കാൾ മികച്ച ഭരണം കേരളത്തിലെ സാധാരണക്കാർക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന തരത്തിലുള്ള ഭരണം ഉണ്ടാകും. എന്തായാലും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി ഇത്തവണ കോൺഗ്രസ് രംഗത്തിറങ്ങുമ്പോൾ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം. വലിയ മുന്നേറ്റവും വലിയ വിജയവും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടാകും.